ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ഉഴുന്നുവടയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, പിന്നെ തീരെ എണ്ണയും കുടിക്കത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് 250 ml കപ്പിൽ 2 കപ്പ് ഉഴുന്നാണ് എടുക്കുന്നത്. 1 കപ്പ് വെച്ച് ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഇനി ഇത് നല്ല പോലെ കഴുകിയതിന് ശേഷം 2 മണിക്കൂറൊന്ന് കുതിരാനായിട്ട് വെക്കണം. ഉഴുന്നൊക്കെ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുടെ ഉഴുന്ന് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് വടയും നല്ല ടേസ്റ്റായിട്ട് കിട്ടുക. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായി കഴുകി എടുക്കുന്നുണ്ട്. ഇനി ഇത് കുതിരാനായിട്ട് വെക്കാം. കുതിരാനായിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് ഇതേ വെള്ളം തന്നെ നമ്മൾക്ക് അരയ്ക്കാനും യൂസ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുതിർന്ന് വരുമ്പോൾ വെള്ളം ഒന്നും കൂടെ കുറയും. 2 മണിക്കൂർ കഴിഞ്ഞാൽ ഉഴുന്ന് നമ്മൾക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് എടുത്ത് വെക്കണം. ഇതൊന്ന് തണുത്ത് കിട്ടണം. ഇപ്പോൾ ഇതാ നമ്മുടെ ഉഴുന്നെല്ലാം നല്ലപോലെ കുതിർന്നു. അതിനുശേഷം അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ വെള്ളം മുഴുവനായിട്ട് അരയ്ക്കാൻ എടുക്കേണ്ട ആവശ്യമില്ല. ആദ്യമേ കാണിക്കുന്നത് മിക്സിയിൽ അരയ്ക്കുന്ന മെത്തേഡാണ്. അതിനായിട്ട് ഉഴുന്ന് വെള്ളമില്ലാതെ ഇതേപോലെ എടുക്കുക. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ 1/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് നിറച്ചിട്ട് കൊടുക്കരുത്, അപ്പോൾ പിന്നെ ഇത് അരയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് അരയ്ക്കാനായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. അതിന് പകരം ചെറിയൊരു കഷ്ണം ഐസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മിക്സി തീരെ ചൂടാവത്തില്ല, ഉഴുന്ന് നല്ല പോലെ പൊങ്ങി വരും ചെയ്യും. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾക്ക് കിട്ടാനായിട്ട്. നല്ല പോലെ അരഞ്ഞിട്ടുണ്ട്, വെള്ളം കൂടിപ്പോയിട്ടൊന്നുമില്ല. അരയ്ക്കുന്ന സമയത്ത് ഞാൻ പിന്നെ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ആ ഒരു കഷ്ണം ഐസ് ഇട്ടത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കറക്റ്റ് പാകമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഗ്രൈൻഡറിൽ അരയ്ക്കുന്ന മെത്തേഡും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഗ്രൈൻഡറിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച ഉഴുന്ന് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. കുതിർത്തി വെച്ച ഉഴുന്ന് ഒരു ട്രിപ്പിൽ എല്ലാം കൂടെ നമ്മൾക്ക് അരച്ചെടുക്കാൻ പറ്റും ഗ്രൈൻഡർ ആണെങ്കിൽ. പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കുതിർക്കാനായിട്ട് യൂസ് ചെയ്ത അതേ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് ഞാൻ ഐസ് ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഗ്രൈൻഡർ ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് ബാക്കിയുള്ള ഉഴുന്നും കൂടെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾക്ക് വെള്ളം നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ബാക്കിയുള്ള ഉഴുന്നും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇനി ഇത് അരയുന്നത് കാണുമ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റും വെള്ളം കൂടുതൽ വേണോ എന്നുള്ളത്. ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രം മതിയായിരിക്കും. ഇപ്പോൾ ഇതാ ഇതിവിടെ കറക്റ്റ് പാകമായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. ആദ്യമായിട്ട് ഗ്രൈൻഡർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യരുത്. ഗ്രൈൻഡർ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ കയ്യിലൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ കല്ല് പെടാൻ ചാൻസ് ഉണ്ട്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയാവുമ്പോൾ ഉഴുന്ന് തീരെ വേസ്റ്റ് ആവാതെ എല്ലാം നമ്മൾക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. വടയുണ്ടാക്കുന്ന ദിവസം തന്നെ ദോശയ്ക്കും കൂടെ അരി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ നമ്മൾക്ക് അതും കൂടെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മാവെല്ലാം കറക്റ്റ് പാകമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ അരയ്ക്കുകയാണെങ്കിൽ 1 അവർ ഈ മാവൊന്ന് മാറ്റി വെച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ഗ്രൈൻഡറിൽ അരയ്ക്കുകയാണെങ്കിൽ 1 അവർ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ വട ഉണ്ടാക്കുമ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പിയായിട്ട് കിട്ടാനും അതേസമയം എണ്ണ കുടിക്കാതിരിക്കാനുമായിട്ട് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് ഉഴുന്നിന് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി കറക്റ്റായിരിക്കും. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന തരിയില്ലാത്ത വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. എത്രയും നല്ലപോലെ മിക്സാക്കി എടുക്കുന്നോ അത്രയും സോഫ്റ്റായിട്ട് നമ്മളുടെ ഉഴുന്നുവട കിട്ടുകയും ചെയ്യും. അതേസമയം പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. ഇനി ഉഴുന്നുവടയുടെ മാവിൽ വെള്ളം കൂടിയിട്ടുണ്ടോ എന്നറിയാനായിട്ട് കുറച്ചെടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പൊങ്ങി കിടക്കുകയാണെങ്കിൽ കറക്റ്റ് പാകമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. വെള്ളമൊന്നും കൂടിപ്പോയിട്ടില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ അരിഞ്ഞത് ഇട്ട് കൊടുക്കാനുണ്ട്. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളി അരിഞ്ഞത് 1/4 കപ്പ്. ഇനി വേണ്ടത് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് കറിവേപ്പില ഞാനൊന്ന് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കാര്യം കൂടെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. കുരുമുളക് ചതച്ചതാണ് വേണ്ടത്. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കരുത്. പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് ചതച്ചത് തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് ഇനി നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നല്ലപോലെ കുഴച്ചെടുക്കുക. നമ്മളുടെ ബാറ്റർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമ്മൾക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതേപോലെ തന്നെ ഉണ്ടാക്കാനായിട്ട് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡും കൂടെ കാണിക്കുന്നുണ്ട്. കയ്യിലൊന്നും തീരെ എണ്ണ തെറിക്കത്തില്ല. ഈ സമയത്ത് തന്നെ നമ്മൾക്ക് ഉഴുന്നുവട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള
വെളിച്ചെണ്ണയും കൂടെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിവിടെ കറക്റ്റായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇരുമ്പിൻ്റെ അരിപ്പെടുത്തതിന് ശേഷം അതിൻ്റെ താഴെ കുറച്ച് വെള്ളം മാത്രം തേച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം തേക്കരുത്. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ എണ്ണയിലിടുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കാനൊക്കെ തുടങ്ങും. അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം തേച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ കുറച്ചെടുത്തിട്ട് നടുവിൽ ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കുക. ഇനി ഇത് നല്ല ഷേപ്പാക്കി വെച്ചതിന് ശേഷം നമ്മൾക്കിത് ചൂടായ എണ്ണയിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കയ്യിലൊന്നും തീരെ എണ്ണ ആവത്തില്ല. പിന്നെ അത് മാത്രമല്ല, നടുഭാഗത്തെ ഹോള് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഈ മെത്തേഡ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് നോക്കണം. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇതിടുന്ന സമയത്ത് തീ കുറച്ച് കൂട്ടി വെക്കണം. ഇനി ഇട്ട് കഴിഞ്ഞാൽ തീ നല്ലപോലെ ഒന്ന് കുറച്ച് വെക്കുക. അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ മുരിഞ്ഞു പോകും, ഉൾഭാഗം എന്തും കാണത്തില്ല. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വട ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീ കുറച്ച് വയ്ക്കാൻ പറയുന്നത്. നമ്മൾക്കിത് ഒരെണ്ണമല്ല, കുറേ എണ്ണം ഒരുമിച്ച് ഇതേപോലെ ഫാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ ഒരെണ്ണമാണ് ആദ്യം കാണിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ ഇതിനകത്തേക്ക് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ലാസ്റ്റ് മാത്രം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഉള്ളിയിലത്തൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട് ഇത് കുറച്ചും കൂടി ഒന്ന് ലൂസാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം നമ്മൾ അരിഞ്ഞു വെച്ച ചേരുവകൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതേപോലെ രണ്ട് സൈഡും ചെറിയ തീയിൽ മൊരിയിച്ചെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നല്ല അതിൽ കൂടുതൽ എണ്ണം ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മറ്റേ സൈഡും ഇതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ഉഴുന്നുവടയൊക്കെ കുറച്ചും കൂടെ വീർത്ത് വന്നിട്ടുണ്ട്. പിന്നെ വടയുണ്ടാക്കുമ്പോൾ നമ്മൾ തലേദിവസം അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ചെറിയൊരു പുളിരസം വരും. അത് ഒഴിവാക്കാനായിട്ട് അരച്ച അന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതാണ് കൂടുതൽ ടേസ്റ്റ്. ഈ രീതിയിൽ തയ്യാറാക്കുന്ന ഉഴുന്നുവടയിൽ തീരെ എണ്ണ കുടിക്കത്തില്ല. ഇപ്പോൾ ഇതിവിടെ രണ്ട് സൈഡും കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. അടുത്തതായിട്ട് ഞാൻ രണ്ടെണ്ണം ഒരുമിച്ചിടുന്നത് കാണിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഉഴുന്നുവട ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ട്രൈ ചെയ്യാം. കയ്യിൽ തീരെ എണ്ണ തെറിക്കത്തുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ അരിപ്പ് ഇല്ലാത്തവരാണെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ മുകളിൽ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇതാണ്. സ്റ്റീൽ ഗ്ലാസിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ച് ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ആ കവർ ഉരുകാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത്. ഇപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ട്രിപ്പും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിനകത്ത് നിന്ന് ഒരെണ്ണം എടുത്ത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഉൾഭാഗമൊക്കെ കറക്റ്റ് പാകമായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഈ രീതിയിൽ ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.